10,000 രൂപയുടെ ബേർഡ് എന്തായിരിക്കും എന്നുള്ള ഐഡിയ ഉണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. 3 വർഷത്തിന് ശേഷമാണ് നമ്മളിവരെ കുറച്ച് ദിവസത്തേക്കൊന്ന് ക്വാറൻറ്റൈൻ ചെയ്ത് കിളിക്കുണ്ടായി തന്നെ വെക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. എന്ത് രസം എനിക്ക്. ബോർബോൺ ടർക്കി കേട്ടോ. ഞാൻ സൈസ് ജസ്റ്റ് എൻ്റെ കൈ വെച്ചൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരു മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിഷ് നമ്മൾ ഗിവ് ആയിട്ട് തരാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അത് എടുക്കണ്ട എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് എത്തി കേട്ടോ. വീട്ടിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ദിവസമായിട്ട് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് വന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അത് എടുക്കണ്ട എന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിലോട്ടെത്തി. വണ്ടി കയറ്റി ഇവിടെ ഇടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നേരെ പോയി ഞാൻ നിധിയെ വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ വീട്ടിലോട്ടെത്തി. കാർത്തുകൊണ്ട് വണ്ടി നമ്മൾ താഴെ നിന്ന് കയറ്റി ഇങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സൗകര്യമില്ല. അപ്പോൾ നിധിയിൽ നിൽപ്പുണ്ട്. കാർത്തും അവിടെ എന്തൊക്കെയോ ബ്രൂട്ടീഷനൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ല ചൂടായിട്ട് ഒരു രക്ഷയില്ല. സമയം 1:45 രാവിലെ പോയി നമ്മൾ ആൾക്കാരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാർത്തൂന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ഇതുവരേക്കും കുറച്ച് നാളായിട്ട് എടുക്കാത്ത ഒരാളാണ്. ബേർഡാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അതാണ് വെറൈറ്റി. നിധിക്ക് എന്തെങ്കിലും കേസുണ്ടോ? അതോ നിൽക്കുന്നു? ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിധിക്കും എന്തായാലും ഐഡിയ ഇല്ല. തുറന്നു നോക്കിയാൽ പോരെ, അപ്പം ഐഡിയ കിട്ടൂലേ? തുറന്ന് കാണിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ എന്താ ഞാൻ കൊണ്ടുവന്നതെന്ന്. ഏകദേശം ഒരു 10,000 രൂപയുടെ സാധനം നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തായിരിക്കുമെന്ന് 10,000 രൂപയുടെ ബേർഡ് എന്തായിരിക്കും എന്നുള്ള ഐഡിയ ഉണ്ടോ? നിധിക്കോ? 10,000 രൂപയുടെ ബേർഡ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, സാധനം കുഞ്ഞാണെങ്കിലും ഭയങ്കര വിലയാണ് കേട്ടോ ബേർഡ്സിനൊക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കാണിച്ചു കൊടുക്കാം ഇവർക്ക് എന്താണെന്ന്. റെഡിയല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് വാ. പോകുന്ന കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. യെസ്, അങ്ങനെ ഞാൻ കൂടുതലോട്ടെത്തി. അത് നമ്മുടെ ഏറിയപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതെടുത്ത് കൂടുതലോട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ വെള്ളം നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. കാരണം നമ്മളെ ഫിൽറ്ററേ നല്ല രീതിയിൽ ചോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിൽട്രേഷൻ നടക്കണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇട്ടേക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വെള്ളം നിറയാൻ വേണ്ടി ഇറങ്ങട്ടെ. നിങ്ങളുടെ മോളിൽ കിടന്ന് ചത്താടെ ഇതൊക്കെ എങ്ങനെയാണ് കയറുന്നത്? കുഴപ്പമില്ല, ചത്ത മീനുകൾക്ക് ഇവിടെ വേറെ ആൾക്കാരുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിനെ മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ, ബേർഡ്സിനെ ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ കമൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ കമൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കിളിക്കൂടിൻ്റെ അകത്തേക്ക് കുറച്ച് ബേർഡ്സിനെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് ബേർഡാണെന്ന് ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, കാർത്തൂന് ഒരു ഐഡിയയും കാണത്തില്ല. കാരണം കാർത്തൂൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെടി ഒന്ന് നനച്ചു കൊടുത്തോട്ട്. ഓക്കെ, പോണ വഴിക്ക് ചെടിക്കടയിൽ എനിക്കൊന്ന് കയറണം. കുറച്ച് ചെടികൾ വാങ്ങിക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫിഷസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, മോൺസ്റ്റർ ഫിഷസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു പരാതി തീരും. പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബേർഡ്സിൻ്റെ പർച്ചേസാണോ ഫിഷിൻ്റെ പർച്ചേസാണോ വെറൈറ്റി പർച്ചേസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണോ നല്ലതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് എന്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്താൽ മതിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലെല്ലാം സ്വാഗതം. സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നല്ലൊരു എമൗണ്ട് മുടക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കമൻറ്റാണ് നമ്മൾ ബേർഡ്സിനെ പർച്ചേസ് ചെയ്യുന്നില്ല. ബേർഡ്സിനെ ഇപ്പം കുറച്ച് നാൾ വെച്ച് ബേർഡ്സിൻ്റെ വിലയെന്നൊക്കെ വെച്ചാൽ ഒരു 4 ഇരട്ടി വില കൂടിയിട്ടുണ്ട് നമ്മൾ നോർമലി വാങ്ങിക്കുന്നതിനേക്കാളും. പക്ഷേ അത് ഞാൻ നോക്കുന്നില്ല. നിങ്ങളുടെ കമൻറ്റ് വന്നു, ഞാനത് ചെയ്യാൻ വേണ്ടി പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ഫുഡെല്ലാം കൊടുക്കട്ടെ. ഫുഡെല്ലാം കൊടുത്തിട്ട് നേരെ നമ്മൾ പർച്ചേസിന് പോകും. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോസേ കാണത്തുള്ളൂ. അടുത്തടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസ് എല്ലാം മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഫുഡൊക്കെ കൊടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അവിടെ എല്ലാവരും കഴിക്കാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇട്ടു. നമ്മുടെ ഫീഡിങ് ടാങ്കിൽ ഒരാളത്ത് നമുക്ക് ഡെഡായിപ്പോയി. ഈ ആളെ കൊണ്ടുപോയി നമ്മളെ കോഴിക്കാർപ്പാണ് കേട്ടോ അന്ന് മേടിച്ച കോഴിക്കാർപ്പ് കൊണ്ടുപോയി നമുക്ക് ഫീഡായിട്ട് നമ്മളെ ഗാറിന് കൊടുക്കാം. നമ്മളെ ഗാർ ഇത് കഴിച്ചോളും.
ഓക്കെ, ഈ ടാങ്കിൽ ചത്തുണ്ട്, ആ ടാങ്കിൽ ഒരാൾ ചത്തിട്ടുണ്ട്, ആ ടാങ്കിൽ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, നേരെ ഫസ്റ്റിൽ ഗാർഡനാണ് ഇട്ട് കൊടുത്തെങ്കിൽ അത് പീക്കോക്കാണ് കഴിച്ചെന്ന് തോന്നുന്നു. ഇനി ഈ ടാങ്കിൽ ഒരാൾ നമുക്ക് പോയി ആളെയും കൂടി എടുക്കാം. ഇതോടെ വേണ്ട, ചത്ത ആളെ എടുത്തിട്ടില്ല, ഗാറിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗാറിന് ഇട്ട് കൊടുത്താൽ വേണ്ട, ഗാറ് പറഞ്ഞോ. ഓക്കെ, നൈസ്. അപ്പോൾ അവ എടുത്തിട്ട് പോയി. അപ്പോൾ നല്ല രീതിയിൽ വിശന്നാണ് ആശാട്ടികൾ ഇരിക്കുന്നത്, പയ്യെ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പർച്ചേസിന് പോവുകയാണ് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഞാൻ നേരെ പർച്ചേസിന് വേണ്ടി പോവുകയാണ്. കാർത്തൂനും നിധിക്കും സർപ്രൈസ്. നമ്മൾ കുറേ ദിവസത്തിന് മുന്നേ പണ്ടെടുത്ത ആൾക്കാരെ നമ്മൾ എടുത്തിട്ട് വരാൻ വേണ്ടി പോകുന്നത്. നോക്കാം എത്ര ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റും, എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നോക്കാം. നല്ല റേറ്റ് എന്തായാലും ആയിട്ടുണ്ട്. നമ്മൾ പണ്ട് എടുക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടി നമ്മൾ പൈസ ഇപ്പോൾ കൊടുക്കണം. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ബേഡ്സിനെ എടുക്കാനുള്ള സ്ഥലം എത്താറായി കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് നേരത്തെയും ബേഡ്സിനെ എടുത്തിട്ടുള്ളതാണ്, നമ്മുടെ ബട്ടൺ ക്യൂലിനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും വന്നേക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബേഡ്സിനൊക്കെ ഭയങ്കര ലിമിറ്റേഷനാണ്, ബേഡ്സിനൊന്നും കിട്ടാനേ ഇല്ല. അതും നല്ല ക്വാളിറ്റി ഉള്ളത്. കുറച്ച് ലോക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സിനെ കിട്ടാൻ വേണ്ടി കുറച്ച് അധികം പാടാണ്. കാരണം നമ്മൾ അവിടെയെന്ന് വെച്ചാൽ തണുപ്പായ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അതെല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനം നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കി നടന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ദേ പയ്യൻ്റെ വീണ്ടും അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഞാൻ വണ്ടി ഇവിടെ ഉള്ള ഒതുക്കട്ടെ, ഒതുക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഒരുപാട് എല്ലാം ബ്രീഡിംഗ് പെയറായിട്ട് തിരിച്ചിട്ടേക്കുന്നതാണ്. കുറേ ഫിഞ്ചസ് ഉണ്ട് കേട്ടോ. ഫിഞ്ചസിൻ്റെ കൂടെ ദേ ഒരു ഡയമണ്ട് ഡവ് വേണ്ട. ഡയമണ്ട് ഡവ് ഒക്കെ പണ്ട് നമ്മൾ കൂട് പണിഞ്ഞ സമയത്ത് ഇറക്കി വിട്ടതാണ്. പിന്നെ നമ്മൾ ഇതുവരെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം കിട്ടാനില്ല സാധനം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ ഫിഞ്ചസ് ഇരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഫിഞ്ചസിനെ എടുത്ത് കൂട്ടുകയാണ്. ചോക്ലേറ്റ് കളർ കണ്ടോ, ചോക്ലേറ്റ് കളർ തന്നെ, പക്ഷേ ഒരു ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് വരുന്നത് കണ്ടോ. ഇവിടെ വേറൊരു കളർ ഉണ്ടോ, നൈസല്ലേ. ഇതേ വേറെ ഒരു വെറൈറ്റി ഉണ്ടോ, ഇത് കൊള്ളാമല്ലേ, ഇത് നൈസ്. ഇവർക്ക് ഈ ഒരു കേജിനെ ധാരാളം അല്ലേ ബ്രീഡാവാൻ. നമുക്കും ബ്രീഡ് ചെയ്താലോ എന്ന് ആലോചിക്കുക, ഇതേപോലെ ഫിഞ്ചസിനെ. അപ്പോൾ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറങ്ങുമല്ലോ. അതെ, ഈ സൈഡിൽ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. അതെ, ഇവിടെയൊക്കെ അതെ ഒരു ഷെയ്ഡ്, ചോക്ലേറ്റ് ഷെയ്ഡ് പറഞ്ഞ ഒരാളെ കണ്ടോ, ഭയങ്കര ഓട്ടമാണ് കേട്ടോ. എന്നെ കണ്ടുകൊണ്ടാണ് അവന്മാർ ഇത്ര ഓട്ടം. ഇത് ഇപ്പോൾ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണത്, അടിപൊളിയല്ലേ. നമ്മളെ കൂട്ടിനകത്ത് ഇതേപോലെ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ പണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അവന്മാർക്ക് ഇതേപോലത്തെ ഒരു കേജ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സെയിൽസിനല്ല, ചുമ്മാ നമുക്ക് നമ്മുടെ കിളിക്കൂടിൽ ഇറക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട്. ഇതാണോ നമുക്കുള്ള? ഓ, ഇതാണ് കേട്ടോ നമ്മളെടുത്ത ആൾക്കാർ അത് കിടക്കുന്നു. ഓക്കെ, നൈസ്. കുറേ നാളിന് ശേഷം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബേഡ്സ് നമുക്ക് കിട്ടി. തൊട്ടടുത്ത് നമുക്ക് ഡയമണ്ട് ഡവ് കൂടി കിടപ്പുണ്ട് കേട്ടോ. ഡയമണ്ട് ഡവ് ദേ കിടക്കുന്നു. അപ്പോൾ അധികം കിട്ടാനില്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും മാറ്റാൻ കേട്ടോ. ഇപ്പോൾ കൊള്ളാമല്ലേ, കൊള്ളാവുന്ന ഒരു സാധനങ്ങളുണ്ട് കേട്ടോ. നൈസ്, കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more, even when. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ആൾക്കാരെ എടുത്തു കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഏകദേശം അഡൽട്ട് ആയല്ലേ ബ്രോ എല്ലാം? ഏകദേശം കുറച്ചൊക്കെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അതെ, ഇവിടെ യമു കിടക്കുന്നുണ്ട്. യമുവിൻ്റെ പണ്ട് ഞാനിവിടെ വന്നപ്പം വലിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ കുഞ്ഞ് കേട്ടോ. എന്ത് രസമെന്ന് എനിക്ക് 2 യമുവിനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ഇട്ട് വളർത്താനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് യമുവിനെ വളർത്തുക. പക്ഷേ നമുക്ക് എന്തായാലും എടുക്കണം കേട്ടോ. ഒരിക്കൽ എന്തായാലും ഞാൻ യമുവിനെ എടുക്കും.
ഈ എമുവിന് കുഞ്ഞു കേജ് മതിയാവോ? വലിയ തന്നെ വേണം. എനിക്കിഷ്ടപ്പെട്ട കേട്ടോ, അടിപൊളി. ഇണങ്ങോ ഇത്? നൈസ് കേട്ടോ. നമുക്ക് ഒരിക്കൽ എന്തായാലും എടുക്കണം ഇവനെ. തൊട്ട് ഇപ്പുറത്ത് താറ ഇത് തന്നെ വാത്തയുടെ കുഞ്ഞുങ്ങൾ കേട്ടോ, കൊള്ളാമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്ന കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ഒരുപാട് കോഴികളും പ്രാവുകളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം പ്രാവിൻ്റെ സെക്ഷനാണ്. ഇവനെയൊക്കെ കണ്ടോ, ഇവൻ്റെയൊക്കെ ഹെഡ് കണ്ടോ. അന്ന് നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം യാദർശികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. നമ്മളെ കിങ് ഇവനൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവന്മാരെയൊക്കെ നോക്കിക്കേ. ഓ നൈസല്ലേ. അവിടെ ഒരാൾ കിടപ്പുണ്ട്, കാണിച്ചു തരാം. ഓ നമ്മളെ ഫെസൻ്റ് നോക്കിക്കേ, കുഴപ്പമില്ല. തുറന്നകത്ത് കയറാൻ നോക്കട്ടെ. കൊത്തൂലല്ലോ ബ്രോ. ഫെസൻ്റ് നോക്കിക്കേ. എന്ത് രസമല്ലേ. ഇത് നമ്മളെ കിളിക്കൊണ്ട് അകത്തിടാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ വേറെ ബേഡ്സിനെ കൊത്തൂലേ? ഓക്കെ, കൊത്തുമല്ലേ. ദൈവനെ നോക്കിക്കേ, എന്ത് രസം നോക്കിക്കേ. മെയിലും ഫീമെയിലും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി. ടെയിലൊക്കെ നോക്കിക്കേ. ആഹാ, അടിപൊളി കേട്ടോ. ഇത് നൈസ്. ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. ഗോൾഡൻ ഫെസൻ്റ് അല്ലേ ബ്രോ? ഗോൾഡൻ ഫെസൻ്റ് കേട്ടോ. എന്ത് ലുക്കാ നോക്കിക്കേ, ഭയങ്കര രസമല്ലേ. അടിപൊളി. തൊട്ടിപ്പുറത്ത് ഫീമെയിൽ നിൽപ്പുണ്ട്. ഓക്കെ, ഫീമെയിലിനെ കാട്ടി ചന്തേ മെയിൽ നോക്കിക്കേ. ഓ ഭയങ്കര രസം കേട്ടോ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇവർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. കാരണം ബ്രീഡ് ചെയ്യാനുള്ള ടൈം ആയെന്നാണ് പറയുന്നത്. കാരണം അവർ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ആൾക്കാരെ കാണിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇഷ്ടം പോലെ പ്രാവും കോഴിയും എല്ലാം ഉണ്ട് കേട്ടോ. ഇതെന്നാ ബ്രോ? ടർക്കി? ആ, ബോർബോൺ. ഓ ബോർബോൺ ടർക്കി കേട്ടോ. ഇനി സൈസ് വയ്ക്കുക ബ്രോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ സൈസ് വയ്ക്കും കേട്ടോ, സെറ്റാവും. തൊട്ടിപ്പുറത്തോട്ടെല്ലാം ഇത് ഫെസൻ്റ് അല്ലേ? ഓ ഇതിൻ്റെ ഫെസൻ്റാണ് കേട്ടോ, സെറ്റ് സാധനം. ഇത് മെയിൽ മാത്രം? ഓക്കെ. ഓ ഇത് നോക്കിക്കേ. ഇത് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മളെ കിളിക്കുള്ളിട്ട് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പക്ഷെ അത് ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മളെ ബേഡ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പം. ഇത് ബേഡ്സിനെ അറ്റാക്ക് ചെയ്യൂലേ ബ്രോ? പറയാൻ പറ്റൂല. ഓ എന്ത് രസമെന്ന് നോക്കിക്കേ. ഓ ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടി. തൊട്ട് താഴെ വന്നിട്ട് പ്രാവാണേ, അതും പ്രാവ. ഒരു വെറൈറ്റി നൈസ്. തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ അടുത്തൊരാളിരിപ്പുണ്ട്. ഓ അവൻ്റെയൊക്കെ ഒരു നിൽപ്പുണ്ട്. ഇതിനെയൊക്കെ മതി ചിലപ്പോൾ നമ്മളെ ബേഡ്സിനെ കടിച്ച് തിന്നളയും കേട്ടോ. ഇവിടെ ബട്ടൺ ക്യൂല് കിടപ്പുണ്ട്. ഇത് നോർമൽ ക്യൂലല്ലേ? അതെ, അല്ലല്ല നോർമൽ അല്ല കേട്ടോ, മറ്റേ റേറ്റ് കൂടിയ ഒരു ക്യൂലുണ്ടല്ലോ, അതാണ്. തൊട്ട് താഴെ നോക്കിയേ. എന്താണ് ഇത്? ഭയങ്കര കൊത്താടേ, വിശന്നിട്ടാണ് എന്തോ. ഓക്കെ, ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കിളിക്കൊണ്ടകത്തില്ല, എലിയും പാമ്പും വന്ന് കയറി അതിനെ കൊന്നു കളഞ്ഞ എല്ലാത്തിനും. ഓക്കെ, വീണ്ടും ബട്ടൺ ക്യൂൽ. കൊള്ളാമല്ലേ? അപ്പോൾ ഏകദേശം ആൾക്കാരെയൊക്കെ ഞാൻ കാണിച്ച് തന്നു എന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെല്ലാം കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വേറൊരാളെ എടുക്കുന്നുണ്ട്, അതിനാണ് ഞാൻ വേറൊരാളെ കാണിച്ചു. ഇങ്ങോട്ട് നോക്കി. എൻ്റെ അമ്മ ഇവിടെ സൈസ് ഉണ്ടോ? ഞാൻ സൈസ് ജസ്റ്റ് എൻ്റെ കൈ വെച്ചൊന്ന് കാണിച്ചു തരാം. എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ നോക്കി എൻ്റെ സൈസ്. എൻ്റെ അമ്മ ഭയങ്കര സൈസ് കേട്ടോ. ആശാൻ നൈസ്. പണ്ട് പെൻഗ്വിൻ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പ്രാവ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾക്കാരെ വെച്ചു. നൈസ്. വഴി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ മഴ പെയ്തിട്ടും ഭയങ്കര ചൂട്, രക്ഷയില്ല. അപ്പോൾ നമ്മൾ പുതിയ ഒരു 4 പേരെയും കൂടി എടുക്കുന്നുണ്ട്, നമ്മളെ ഫിഞ്ചസ് അല്ലാണ്ട്. എന്താണെന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെയാണ് 2 പേരും എടുക്കുന്നത്. നമുക്ക് ബ്രീഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കിളിക്കൂടിൽ തുറന്ന് വിടുന്നതിന് പകരം നമുക്ക് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കാം. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടെത്താം. ഓക്കെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ കണ്ടായിരുന്നോ
അങ്ങനെ അതെ ആൾക്കാരെയും കൊണ്ട് നമ്മളിത് ഇവിടെ എത്തി. എന്തോന്നാണ് തപ്പണം? അതോ സ്വിച്ചാണ് കുറേ നേരം തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കാം, റെഡിയാണ് ജി? ഓക്കെ. അപ്പോൾ രണ്ടുപേർക്കും ഗസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും കൂടി പോയി നോക്കട്ടെ. ദേ തുറക്കുമ്പോൾ പറന്നു പോകുന്നുണ്ട്. അല്ല, ഭാഗ്യം. യെസ്, ഇതിനാണ് 10,000 രൂപ. എല്ലാത്തിനും വില ഡബിളായിട്ട് കൂടി. ആലോചിച്ച് നോക്ക്. ഇത് തന്നെ എനിക്ക് ഈ ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കോൺടാക്ട് ബേസിൽ വീട്ടിൽ ബ്രീഡായ കുഞ്ഞുങ്ങൾ നോക്കി. ഞാൻ ഷോപ്പിൽ നിന്ന് എന്തായാലും എടുക്കാറില്ല ബേർഡ്സിനധികം. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് ബേർഡാണ് ബേർഡാണെന്ന് കമൻറ്റ് വന്നു. അങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സിനെ തന്നെ എടുത്തത്. കോസ്റ്റ്ലി അല്ല, ആക്ച്വലി ഇപ്പോൾ വില കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമൻറ്റ് വന്നു, നമ്മൾ എടുത്തു, അത്രയേ ഉള്ളൂ. കൊണ്ടുപോകാം, ബാ എടുത്തോ. പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. ബാ, നമ്മളത് നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ കാർത്തൂൻ്റെ കയ്യിലാണ് നമ്മളിപ്പോൾ വാങ്ങിച്ച ബേർഡ്സ് എല്ലാം. തൊട്ട് മുകളിൽ ഒരു കൂടും കൂടി. വാ, ഇതിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ പറത്തി വിടാൻ വേണ്ടി പോകുന്നില്ല. അതാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടത് അല്ലേ കാർത്തോ? കുറച്ച് ദിവസത്തേക്കൊന്ന് ക്വാറൻറ്റൈൻ ചെയ്ത് കിളിക്കുണ്ടകത്ത് തന്നെ വെക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഡയമണ്ട് ഡൗനെ എടുത്ത് നമ്മൾ അടുത്ത കൂടിലോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ കൂടാകുമ്പോൾ കുഴപ്പം കാണൂല. അവർക്ക് ഡൗനെ എടുത്തതിലോട്ട് വയ്ക്കാടാ. അപ്പോൾ എടുത്തോ, നീ പിടിച്ചോ, നോക്കി പിടിച്ചേ. കാർത്തൂനെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് വെച്ചാൽ കാർത്തൂൻ്റെ അണ്ടകടാകാൻ പോലെ കൈ കൊണ്ട് എന്തായാലും അത് എസ്കേപ്പ് ആവത്തില്ല. പിഞ്ചസിനെ ഒന്നും പറത്തി വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ അതെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എടുക്കുകയാണേ. ഓക്കെ, അതെ മേബി ഒരാളെ ഡയമണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. നൈസായിട്ട് പിടിക്കുക കേട്ടോ. ഓക്കെ, അത് വന്നിട്ട് മെയിലാണെന്ന് തോന്നുന്നു. അഡൽട്ടാണ് കേട്ടോ. നമുക്ക് 2 അഡൽട്ടും 2 കുഞ്ഞിനെയാണ് എടുത്തേക്കുന്നത്. പിടിച്ചോ, എവിടെ? ആ അതെ. ഓക്കെ, അതെ. ഇത് നമ്മൾ ഡയമണ്ട് ഡവ് വാങ്ങിച്ചിട്ട് എത്ര നാളാണ്? എന്തെങ്കിലും ഗസ് ഉണ്ടോ? 2 വർഷം, 3 വർഷം. 3 വർഷത്തിന് ശേഷമാണ് നമ്മളിവരെ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഡയമണ്ട് ഡവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. ഏകദേശം ഒരു 10-40 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേരൊക്കെ ചത്തുപോയി, കുറേ പേരൊക്കെ പറന്നുപോയി, പാമ്പ് പിടിച്ചുകൊണ്ട് പോയി. പാമ്പും എലിയും പിടിച്ചു തന്നെ കുറേ, മോസ്റ്റ് ഓഫ് ഡെഡ് ആയതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡയമണ്ട് ഡവ് ഉണ്ട്. ആ ഡയമണ്ട് ഡവിനും കൂടി നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഓക്കെ, അതെ കാർത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മുകളിലോട്ട് ഇട്ടു. എല്ലാം ക്വാറൻറ്റൈൻ ആയി സെറ്റാക്കിയിട്ട് നമുക്ക് പറയണം കേട്ടോ. കാരണം ഇവിടെ ഹെൽത്തി ആൾക്കാരെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും ഇവിടെ വരുമ്പോൾ ഇതുമായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ. ഇതേ നോക്കിക്കേ, ഇതിൻ്റെ രസം നോക്കിക്കേ, ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടില്ലേ? ഇത് കുഞ്ഞാണ് കേട്ടോ. അത് ഈ ഇരിക്കുന്നത് കുഞ്ഞാണ്, ബാക്കിൽ ഇരിക്കുന്ന എൻ്റെ ഫീമെയിൽ ഇത് കുഞ്ഞാണ്. അപ്പോൾ ഇത് അഡൽട്ടാണ് കേട്ടോ. ആ ഒരു ചോക്ലേറ്റ് പോലെ ബാക്കിൽ കാണുന്നത് എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ തൽക്കാലം പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ തൽക്കാലം ഈ കൂടിനകത്ത് കിടക്കട്ടെ. നിങ്ങൾ പറയാം കേട്ടോ, നമുക്കിത് ബ്രീഡ് ചെയ്താലോ? ഇപ്പം എന്തായാലും ഡയമണ്ട് ഡവ് നമുക്കൊരു 4 പീസ് ഉണ്ട്. ഈ ഒരു കൂട്ടിൻ്റെ അകത്ത് ഒരു പേര് മതി. പക്ഷെ എന്നാലും 4 പേര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, കുഴപ്പമില്ല. ഫിഞ്ചസിനെ നമുക്ക് താഴെ വേണമെങ്കിൽ 2 പേര് ഇടാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്തിട്ട് ഇതിലിറങ്ങണ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാം. ഓക്കെ, ഡയമണ്ട് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വലിയ സൈസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. ഒരു 10-15,000 രൂപ, ഒരു എന്തായാലും ഒരു 15 രൂപയാവും നമുക്ക് ഡയമണ്ട് ഡവ് മാത്രം എടുക്കണമെങ്കിൽ. ഒരു 10 പേര് എടുക്കണമെങ്കിൽ പോലും നമുക്ക് 10 അത്രയാവും നമുക്ക് എടുക്കാം കേട്ടോ. അതെന്തായാലും നമുക്ക് അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. നമ്മുടെ ചാനലിൽ എൻ്റെ പുറകെ എൻ്റെ വീഡിയോസ് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇവരെ ബ്രീഡിംഗ് സെക്ഷനായിട്ട് മാറ്റിയിട്ട് ഈ കേജോടെ മാറ്റാം. എന്നിട്ട് നമ്മളെ കിളിക്കൂട്ടിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളായിരിക്കില്ല. കാരണം ഓൾറെഡി നമുക്കൊരു ഗീവ് അവേ ഉടനെ വരാനുണ്ട്. നമുക്ക് പ്രാവിനെ കൊടുക്കാനുണ്ട്. പ്രാവിനെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിഷ് നമ്മൾ ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അത് ഏതാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? നമ്മൾ വാങ്ങിച്ച ഒരു ഫിഷിനെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ഗസ്? ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പുറകെ അതിൻ്റെ ഒരു വീഡിയോ വരും കേട്ടോ. മിക്കവാറും നാളെ മറന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കും. നാളെ ഒരു ബേർഡ് പർച്ചേസിങ് കൂടി ഉണ്ട്. അതിൻ്റെ വീഡിയോ വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗീവ് അവേ ആയിട്ട് വരുന്ന സാധനത്തിനും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെയുള്ള ഗീവ് അവേസ് ഇനി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു, പക്ഷേ നമ്മൾ ഇച്ചിരി ബിസി ആയിപ്പോയി. വാവയൊക്കെ വന്ന സമയത്തും നിധിയുടെ പ്രഗ്നൻസി സമയത്തൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഗീവ് അവേ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ഇനിയിപ്പോൾ പുറകെ നമ്മുടെ ചാനലിൽ ഫിഷസ് ആയാലും റാറ്റ്സ് ആയാലും അങ്ങനെ എല്ലാം ഗിവ് അവേ ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഇതിനെ പറത്തി വിടുന്നതും ഇതിൻ്റെ അപ്ഡേഷൻസും എല്ലാം നമ്മുടെ ചാനലിൽ പുറകെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് വെച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ അതുവരെ ബൈ.